ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. കലൈഡോസ്കോപ്പിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയൊക്കെയാണ് ആൻസേഴ്സ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കിതിൽ നോക്കാം. അപ്പോൾ കലൈഡോസ്കോപ്പിൻ്റെ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രോ ലൈൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് ടാപ്പ് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ഹു റെഫേഴ്സ് ടു ഹോമർ ആസ് പോയറ്റ് സൊവേറിയൻ കിങ് ഓഫ് ഓൾ പോയിറ്റ്സ്? നമ്മുടെ ഹോമറിനെ പോയറ്റ് സൊവേറിയൻ എന്ന് വിളിച്ചത് ആരാണ്? ഡെൻറ്റെ എന്നാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം, ഹു ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ 2 എപ്പിക് പോയംസ് ദി ഇലിയാഡ് ആൻഡ് ദി ഒഡീസി? ഒഡീസി എഴുതിയിരിക്കുന്ന ആരാ? നമുക്ക് ഓൾറെഡി അറിയാം, ഹോമർ ആണ്. മൂന്നാമത്തെ ചോദ്യം, ഒഡീസി കൺസിസ്റ്റ് ഓഫ് ഡാഷ് ബുക്സ്? 24 പുസ്തകങ്ങളിലായിട്ടാണ് നമ്മുടെ ഒഡീസി എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത്. കവിതയാണ് കേട്ടോ അത് എഴുതിയിരിക്കുന്നത്. ദെൻ in Odyssey, Odysseus is held captive by a nymph called, അതായത് നമ്മുടെ കഥയിൽ ഒഡീസിനെ ഒരു നിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യക്ഷി എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഒരു യക്ഷി, ഇത്തരത്തിലെ യക്ഷിയുടെ ഗുഹയിൽ ഒഡീസിനെ പാർപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടച്ചിടുന്നുണ്ട്. കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ആ ഒരു യക്ഷിക്കുള്ളത്. ഹോമർ ആണെങ്കിൽ മീൻസ് നമ്മുടെ ഒഡീസി ആണെങ്കിൽ ഓൾറെഡി മാരീഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു യക്ഷിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ ഒഡീസിനെ അവിടെ അടച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യക്ഷിയുടെ പേരാണ് ചോദിക്കുന്നത്. കലിപ്സോ എന്നാണ് യക്ഷിയുടെ പേര്. ദെൻ നിംഫ് എന്ന് തന്നെ പഠിക്കാം കേട്ടോ വേർഡ്. ദെൻ അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ട്രഡീഷണൽ ജാപ്പനീസ് പോയം ഓഫ് 17 syllables അറേഞ്ച്ഡ് ഇൻ 3 ഷോർട്ട് അൺറൈമിംഗ് ലൈൻസ്? 17 syllablesൽ വെറും 3 വരികൾ മാത്രമുള്ള കവിതേനെ വിളിക്കുന്ന പേരെന്താണ്? ഹൈക്കു. ഹൈക്കു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇൻ ക്യോട്ടോ ആൻഡ് ദി ഓൾഡ് പോണ്ട്, ആ 2 കവിതകളും ഹൈക്കു പോയംസ് ആണ്. ദെൻ ആറാമത്തെ ചോദ്യം, ഇൻ ക്യോട്ടോ ആൻഡ് ദി ഓൾഡ് പോണ്ട് ആർ ദ പോയംസ് ഓതേർഡ് ബൈ? ആരാണ് അത് എഴുതിയിരിക്കുന്നത്? ബാഷോ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻ ക്യോട്ടോ ഒരു കവിതയുടെ പേരാണ്, ദി ഓൾഡ് പോണ്ട് രണ്ടാമത്തെ കവിതയുടെ പേരാണ്. ഈ രണ്ടും എഴുതിയിരിക്കുന്നത് ആരെന്നെയാണ്? ബാഷു തന്നെയാണ് ഇത് രണ്ടും എഴുതിയിരിക്കുന്നത്. രണ്ടും ഹൈക്കു കവിതകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രയുണ്ട്? മൊത്തം നമ്മളിവിടെ സിലബിൾസിൻ്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. മൊത്തം ഇതിൽ വരുന്നത് 17 syllables ആണ്. 17 syllables ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 5, 7, 5 എന്നുള്ള രീതിക്കാണ് 17 syllables 3 വരികളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ദി ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഓഫ് ദി പോയം ഇൻ ക്യോട്ടോ പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി സ്റ്റഡി ഈസ് ബൈ? ഇത് ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇൻ ക്യോട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ജെയിൻ ഹേർഷ്ഫീൽഡ് എന്ന് പറയുന്ന റൈറ്ററാണ്. ഇനി അടുത്തത്, വിച്ച് പോയം ഓപ്പൺസ് വിത്ത് ദ ഇമേജ് ഓഫ് എൻ ഓൾഡ് പോണ്ട് റെപ്രസെൻറ്റിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് എ ട്രഡീഷൻ? അപ്പോൾ ഇതിലേത് കവിതയാണ് ഒരു ഓൾഡ് പോണ്ടിൻ്റെ ഇമേജ് വെച്ച് തുടങ്ങുന്നത്? അപ്പോൾ അത് ഓഫ് കോഴ്സ് ഏത് തന്നെയായിരിക്കും? ദി ഓൾഡ് പോണ്ട് എന്ന് പറഞ്ഞതിൽ തന്നെയാണ് പോണ്ടിൻ്റെ പിക്ചർ വെച്ച് തുടങ്ങുന്നത്. അതിൽ പിന്നെ ഒരു ഫ്രോഗ് ചാടുന്നതൊക്കെയാണ്. അപ്പം ഇതിൽ ഓൾഡ് പോണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ? ദി കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ. അത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാട്ടോ, 2 മാർക്കിനായാലും ഉപകാരപ്പെടും നമുക്ക്. അടുത്തത്, ഹു ട്രാൻസ്ലേറ്റഡ് ദ വേർഷൻ ഓഫ് ദി പോയം ദി ഓൾഡ് പോണ്ട് ഇൻ ദ ടെക്സ്റ്റ്? ഓൾഡ് പോണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് റോബർട്ട് ഹാസ് ആണ്. ദെൻ ഇൻ ക്യോട്ടോ ആണ് ജെയിൻ ഹേർഷ്ഫീൽഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവരുത് കേട്ടോ. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ക്യോട്ടോ ആണ് നമ്മുടെ ജെയിൻ ഹേർഷ്ഫീൽഡ്. ദെൻ ഓൾഡ് പോണ്ട് റോബർട്ട് ഹാസ് ആണ്. അടുത്തത്, ഹു പെൻഡ് ദ പോയം ഐ ഹാവ് എ ബ്രൂം? ഐ ഹാവ് എ ബ്രൂം എഴുതിയിട്ടുള്ളത് ആരാണ്? ചായ് യോങ് മിങ്. നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചായ് എന്നാണ് പറയുക, ചായ് യോങ് മിങ്. ദെൻ ഹു എമേർജ്ഡ് ആസ് എ പവർഫുൾ വോയിസ് ഇൻ ചൈനീസ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ 1980? അപ്പോൾ ചൈന എന്ന് പറയുമ്പം ചൈനക്കാരുടെ ഒരു പേരാണല്ലോ ചായ് യോങ് മിങ്, അങ്ങനെയുള്ള പേരാണല്ലോ ചൈനീസിൻ്റെ. അപ്പോൾ അത് ആലോചിച്ചാൽ മതി നിങ്ങൾ. ചൈനീസ് ലിറ്ററേച്ചറിൽ പവർഫുൾ വോയിസ് കൊണ്ടുവന്നത് ആരാണ്? ചായ് യോങ് മിങ്. 12ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ചായ് യോങ് മിങ്, dash represent the feminine,
ദി ഷാഡോയി സൈഡ് ഓഫ് ദി മൗണ്ടെയിൻസ് എർത്ത് ദി കോൾഡ് നോർത്ത് ഇൻ ചൈനീസ് ട്രഡിഷൻ. ചൈനീസ് ട്രഡിഷനിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ്? യിൻ എന്ന് പറയുന്നൊരു ടേമാണ് കേട്ടോ, യിൻ. അടുത്തത് according to Yang Ming, dash represent the masculine, the sunny side of the mountain, the sky, warm south and fire in Chinese tradition. Chinese traditionൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് യാങ് ആണ്. അപ്പോൾ നേരത്തെ യിൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇവിടെ യാങ് ആണ് കേട്ടോ. അത് തെറ്റിപ്പോവരുത്, കൃത്യമായിട്ട് നോക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അടുത്തത് 14ാമത്തെ ചോദ്യം. ഇൻ ദ പോയം ഐ ഹാവ് എ ബ്രൂം ഡാഷ് ഈസ് എ ടൂൾ ഓഫ് എംപവർമെൻറ്റ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഐ ഹാവ് എ ബ്രൂമിൽ ഒരു എംപവർമെൻറ്റിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? ബ്രൂമിനെയാണ്, ചൂലിനെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഐ ഹാവ് എ ബ്രൂം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? മൈക്കിൾ എം ഡേ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദെൻ ഐ ഹാവ് എ ബ്രൂം ഈസ് പെൻഡ് ബൈ, ഐ ഹാവ് എ ബ്രൂം ആരെഴുതിയതാണ്? ചായ് യോങ് മിങ്. Then, who was the winner of Ruth Lilly Poetry Prize in 2007? 2007 Ruth Lilly പോയട്രിയുടെ വിന്നർ ആരായിരുന്നു? ലൂസിലെ ക്ലിഫ്റ്റൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. 10ാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഈ 16ാമത്തെ ചോദ്യം ഐ ഹാവ് എ ബ്രൂം ഈസ് പെൻഡ് ബൈ എന്നുള്ളത്. ഇതേ 10ാമത്തേൽ കാണാൻ പറ്റുന്നുണ്ട്. ഐ ഹാവ് ഹൂ പെൻഡ് ദ പോയം ഐ ഹാവ് എ ബ്രൂം. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം 17ാമത്തെ നമ്മൾ പറഞ്ഞു. 18ാമത്തെ ചോദ്യം. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ് ഹൂസ് വർക്ക് ഫോക്കസസ് ഓൺ ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസസ് ആൻഡ് ഫാമിലി ലൈഫ്. ഇതിൽ ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ് ആരാണ്? ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസ്, ഡെയിലി ലൈഫിനെ കുറിച്ചൊക്കെ കവിതകളും കഥകളൊക്കെ എഴുതുന്നത് ഇതിലെ ആരാണ്? ലൂസിലെ ക്ലിഫ്റ്റൺ. ദെൻ ദ പോയം വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ ഈസ് ഇൻസ്പയർഡ് ബൈ. ഈ ഒരു പോയം എന്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്? സോങ് ഓഫ് മൈ സെൽഫിൽ നിന്ന്, അത്തരം ഒരു കവിതയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ളത്. 20ാമത്തെ ചോദ്യം. ക്ലിഫ്റ്റൺസ് വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ വാസ് റിട്ടൺ ഇൻ ഏത് കാലഘട്ടത്തിലാണ് എഴുതിയിട്ടുള്ളത്? 1960s വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എഴുതുന്നത്. ഇൻ വിച്ച് പോയം themes of race and gender become points of difference and defines. അതായത് ഏത് പോയത്തിലാണ് റേസിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഒരു വേർതിരിവുകളെ കുറിച്ചൊക്കെ പറയുന്നത് ഏതിലാ? വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ളതിലാണ്. അതിൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ പോയിറ്റ് അനുഭവിക്കുന്നതായിട്ട് പറഞ്ഞു. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയതുകൊണ്ട് തന്നെ 2 രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ഒരു നോൺ വൈറ്റ് ആയതിൻ്റെ പേരിൽ, നോൺ വൈറ്റ്, ബ്ലാക്ക് എന്നല്ല പറയുന്നത്, നോൺ വൈറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. ബ്ലാക്കിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അപ്പോൾ ബ്ലാക്കിനല്ല, നോൺ വൈറ്റ് ആയതുകൊണ്ടും ഒരു വുമൺ ആയതുകൊണ്ടും, അതായത് ഒരു ജെൻഡറാണ് ഇവിടെ വരുന്നത് അല്ലേ, ഒരു ജെൻഡറും അതേപോലെ തന്നെ ഇവിടെ ഏതാ റേസും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളാണ് നമ്മുടെ പോയിറ്റ് അനുഭവിക്കുന്നതായിട്ട് ആ കവിതയിൽ പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ ഓർമ്മിപ്പിച്ചതാണ് 2 മാർക്കിനൊക്കെ വേണ്ടിയിട്ട്. ദെൻ അടുത്ത ചോദ്യം. ക്ലിഫ്റ്റൺസ് വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ ഈസ് കൺസിഡേർഡ് ആസ് എ മോഡേൺ സോണറ്റ്. മോഡേൺ സോണറ്റാ, കാരണം ട്രഡീഷണൽ സോണറ്റ് എന്ന് പറയുമ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും അല്ലെങ്കിൽ റൈമിംഗ് സ്കീമും ഒക്കെ ഉണ്ടായിരിക്കും. അത്തരത്തിൽ റൈമിംഗ് സ്കീമോ സ്ട്രക്ചറോ ഒന്നും ഇല്ലാതെ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ മോഡേൺ സോണറ്റ് ആയിട്ട് പറയുന്നത്. 23ാമത്തെ ചോദ്യം. ഹു വാസ് ദ ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ പോയിറ്റ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ 1945? 1945 ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടുന്ന ലാറ്റിൻ അമേരിക്കൻ പോയിറ്റ് ആരാണ്? ഗബ്രിയേല മിസ്ട്രൽ. ദെൻ ഗബ്രിയേല ടു സീ ഹിം അഗെയിൻ ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഗബ്രിയേല മിസ്ട്രൽസ് ഫസ്റ്റ് ഗ്രേറ്റ് കളക്ഷൻ വാസ് ഡെസ്പെയർ. ഡെസ്പെയർ എന്ന് പറയുന്നതാണ് ഗബ്രിയേല മിസ്ട്രലിൻ്റെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഹു ട്രാൻസ്ലേറ്റഡ് ദ പോയം ടു സീ ഹിം അഗെയിൻ? ടു സീ ഹിം അഗെയിൻ എഴുതിയിരിക്കുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? മറിയേല ഗ്രിഫർ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കണം നിങ്ങൾ. ഈ ട്രാൻസ്ലേറ്റിൻ്റെ അവിടെ അത് കംപ്ലീറ്റ് ചെയ്ത് വായിക്കാണ്ട് റൈറ്ററിൻ്റെ പേരൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ദെൻ 26ാമത്തെ ചോദ്യം. ഹു ഡിസ്ക്രൈബ്ഡ് ഹെർ സെൽഫ് ആസ് എ സ്കോട്ടിഷ് മുസ്ലിം കാൽവനിസ്റ്റ് എന്ന് സ്വയം ഡിസ്ക്രൈബ് ചെയ്തത് ഇതിൽ ഏത് പോയിറ്റാണ്? ഇംതിയാസ് ദർക്കർ ആണ് കേട്ടോ. 27ാമത്തെ ചോദ്യം. ദ ടൈറ്റിൽ ഓഫ് വിച്ച് പോയം അല്യൂഡ്സ് ടു വിൽഫ്രെഡ് ഓവൻസ് ആന്തം ഫോർ ഡൂംഡ് യൂത്ത്?
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കവിതയുടെ ടൈറ്റിലാണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു പോയിറ്റാണ് വിൽഫ്രഡ് ഓവൻസ്. വിൽഫ്രഡ് ഓവൻസിൻ്റെ ഒരു കവിതയുടെ തലക്കെട്ടായിരുന്നു ആന്തം ഫോർ ഡ്രൂംഡ് യൂത്ത്. അതിൽ നിന്നും ബന്ധപ്പെടുത്തി എടുത്തിട്ടുള്ള കവിതയുടെ ടൈറ്റിൽ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എ സെഞ്ചുറി ലേറ്റർ ആണ് കേട്ടോ. 28ാമത്തെ ചോദ്യം, വിച്ച് പോയം അല്യൂഡ്സ് ടു ദ സ്പെസിഫിക് ഇവന്റ് ദ ഷൂട്ടിംഗ് ഓഫ് മലാല യൂസഫ്സായി ഇൻ 2012. 2012 മലാല യൂസഫ്സായിക്ക് വെടിയേറ്റ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവന്റ്സ് പറയുന്ന കവിത ഏത്? എ സെഞ്ചുറി ലേറ്റർ തന്നെയാണ്. ദെൻ ഹു ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ പോയിറ്റ് ലൊറേറ്റ് ടു ബി അപ്പോയിന്റഡ് ഇൻ 2009. അതായത് ഇതിൽ ഏത് പോയിറ്റിന്, ഫീമെയിൽ പോയിറ്റിനെയാണ് 2009 എന്താ പറയുക, നമ്മൾ പറയില്ലേ ആസ്ഥാന കവി എന്ന് പറയില്ലേ, ഇംഗ്ലണ്ടിലെ തന്നെ ആസ്ഥാന കവിയായിട്ട് നിയമിച്ചത് ഇതിൽ ആരെയായിരുന്നു? കരോൾ ആൻഡ് ഡഫീനെയാണ് അങ്ങനെ 2009 ആസ്ഥാന കവിയായിട്ട്, ഫീമെയിൽ ആസ്ഥാന കവിയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി 30ാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ ഷോർട്ട് 8-line poem ദാറ്റ് ഓഫേഴ്സ് എ സാഡ് പെർസ്പെക്റ്റീവ് ഓൺ ഹൗ ഓവർ റിലയൻസ് ഓൺ ടെക്നോളജി ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ക്യാൻ റിമൂവ് ഒതൻറ്റിക് ഹ്യൂമൻ കണക്ഷൻ ഫോർ റൊമാൻസ്. അപ്പം ഇത്തരത്തിൽ പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുമ്പോൾ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഒക്കെ വരുമ്പോൾ അതിൽ ആ ഒരു റൊമാൻസിൻ്റെ ആ ഒരു ഹ്യൂമൻ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന 8 വരിയുള്ള കവിത ഇതിലേതാണ്? നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം, ടെക്സ്റ്റ് എന്ന് പറയുന്ന കവിതയാണ്. 31ാമത്തെ ചോദ്യം, ഹു റോട്ട് ദ പോയം ടെക്സ്റ്റ്? ടെക്സ്റ്റ് എഴുതിയത് ആരാണ്? കരോൾ ആൻഡ് ഡഫി. 32ാമത്തെ ചോദ്യം, ഹൂസ് റൈറ്റിംഗ്സ് കൺവേ എ ലിറിക്കൽ വിസ്ഡം അബൌട്ട് ഹ്യൂമൻ എക്സ്പീരിയൻസസ് വിത്തിൻ ദ ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പ്? അത് എന്താണെന്ന്, അതായത് ഇതിൽ ഏത് പോയിട്ടാണ് ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന തരത്തിൽ എഴുതിയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഡേവിഡ് മാലൂഫാണ്. റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറയുന്നതിൽ ആണ് ആ ഒരു ഭാഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അടുത്തത്, ഹൂ റോട്ട് ദ പോയം റിവോൾവിംഗ് ഡേയ്സ്? ഡേവിഡ് മാലൂഫ്. 34ാമത്തെ ചോദ്യം, നെയിം ദ അവാർഡ് വിന്നിംഗ് വിയറ്റ്നാമീസ് അമേരിക്കൻ പോയറ്റ് ഹു ഹാസ് ഗോട്ട് വൈഡ് സ്പ്രെഡ് അക്ലെയിം ഇൻ ദ കണ്ടംപററി ലിറ്റററി സർക്കിൾസ്. ആ ഒരു അവാർഡ് നേടിയെടുത്തത് ഓഷ്യൻ വോങ് ആണ്. ഓഷ്യൻ വോങ് ഏത് പോയത്തിൻ്റെ പോയിറ്റാണ്? ത്രഷോൾഡ് എന്ന് പറയുന്ന കവിതയുടെ പോയിറ്റാണ് ഓഷ്യൻ വോങ്. 35ാമത്തെ ചോദ്യം, ദ കളക്ഷൻ നൈറ്റ് സ്കൈ വിത്ത് ദ എക്സിറ്റ് വോൺസ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2016. അടുത്തത് 36ാമത്തെ ചോദ്യം, ഓഷ്യൻ വോങ്ങിനെ കുറിച്ച് ഇനി കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. ദ പോയം ഡാഷ് ഈസ് ദ ഫസ്റ്റ് പോയം ഇൻ ആന്തോളജി നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വോണ്ട്. നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വോണ്ട് എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമാണ്. അതിൽ ആദ്യത്തെ കവിത ഏതാണ്? ത്രഷോൾഡ് ആണ്. ആ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് എഴുതിയിരിക്കുന്നത് ആരായിരിക്കും അപ്പോൾ? ഓഷ്യൻ വോങ് ആയിരിക്കും. 37ാമത്തെ ചോദ്യം നോക്കാം. ഓഷ്യൻ വോങ് വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് വിച്ച് ഡിബറ്റ് നോവൽ ഇൻ 2019? 2019 ലഭിച്ച നോവലിനുള്ള സമ്മാനം. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്. ഓൺ എർത്ത് വി ആർ ബ്രീഫ്ലി ജോർജസ് എന്ന് പറയുന്നതിനായിരുന്നു റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. ഇനി അടുത്തത്, ദി ആന്തോളജി നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂണ്ട് ഇസ് ഓതേർഡ് ബൈ ഓഷ്യൻ വോങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അതിനൊരു പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഓഷ്യൻ വോങ്ങിന്. അത് എന്ത് പ്രൈസാണ്? TS Eliot പ്രൈസ് ആണ് കേട്ടോ. ദെൻ അടുത്ത പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയിം ടു സീ ഹിം അഗെയിൻ? ടു സീ ഹിം അഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പ്രണയിച്ചിരുന്ന ആൾ സൂയിസൈഡ് ചെയ്ത് മരണപ്പെടുകയാണ്. ആളെ വീണ്ടും കാണാനുള്ള കൊതിയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ തീമായിട്ട് വരിക, അല്ലെങ്കിൽ ഐഡിയ ആയിട്ട് വരിക? ഇൻറ്റൻസ് ഗ്രീഫ് ആൻഡ് ട്രോമ. 41ാമത്തെ ചോദ്യം, a dash is a type of poem that has 14 lines and follows a specific rhyme scheme and meter. കൃത്യമായിട്ട് 14 വരികളും കറക്റ്റ് ആയിട്ടുള്ളൊരു റൈമിംഗ് സ്കീം ഒക്കെ ഫോളോ ചെയ്ത് എഴുതുന്ന കവിതകളെ നമ്മൾ പറയുന്ന പേരാണ് സോണറ്റ്. അത് അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് അതിനെ മോഡേൺ സോണറ്റ് എന്ന് വിളിച്ചിരുന്നത്. നമ്മൾ വേറൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. then അടുത്ത ക്വസ്റ്റ്യൻ, ചായ് യോങ് മീൻസ് ഫസ്റ്റ് പോയട്രി കളക്ഷൻ വിമൻ വാസ് പബ്ലിഷ്ഡ് ഇൻ ഏതിലായിരുന്നു? 1986. ഇയറൊക്കെ പിന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാണ്ട് നമുക്ക് നിവർത്തിയില്ല. അടുത്തത് 43ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ദ നറേറ്റർ ഓഫ് ദി ഒഡീസി invokes dash asking for inspiration as he prepares to tell the story of Odysseus.
ആരുടെ അടുത്താണ് നമ്മുടെ നരേറ്റർ നമ്മുടെ ഒഡീസിയസ് രാജാവിന്റെ കഥ പറയുമോ എന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? മ്യൂസ് ദേവതയുടെ അടുത്താണ് അല്ലേ. അടുത്തത് Matzo Basho created the new poetic form called dash, a hybrid form of alternating fragments of prose and haiku. അതായത് നമ്മുടെ ബാഷോ പുതിയൊരു തരം പോയറ്റിക് ഫോമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അതിൻ്റെ പേര് ഹൈബൺ എന്നാണ് കേട്ടോ. അപ്പം അതിൽ നിന്നാണ് പിന്നെ ഹൈക്കു ജനറേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ അടുത്തത് ഇൻ ദ പോയം ഇൻക്യോട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കവിതകളിൽ നിന്ന് ഇടയെന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നേക്കാണ്. ഇൻ ദ പോയം ഇൻക്യോട്ടോ ഡാഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തീം. ക്യോട്ടോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തീമായിട്ട് വരുന്നത് ഏതാ? നൊസ്റ്റാൾജിയ തന്നെയാണ്. ഇൻ ക്യോട്ടോ ഓൾഡ് ബോണ്ട് ഇവിടെ ചോദിച്ചിട്ടില്ല. ഇൻ ക്യോട്ടോയിൽ ഏതാണ്? നൊസ്റ്റാൾജിയാണ്. Then in the poem in Kyoto, dash is a symbolic of the passing of a pleasant season and arrival of a harsher one. ഒരു പ്ലസന്റ് സീസൺ കടന്നു പോയി ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു സീസൺ വരുന്നു എന്ന് കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ആരെയാണ്? കുക്കൂസ് സോങ് ആണ്. കുക്കൂനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഉപമിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് dash is one of the literary device used in poem to portray intense emotion of desire and longing in the poem to see him again. To see him againൽ കാണാനുള്ള ഒരു ആഗ്രഹം അല്ലേ, കടുത്തൊരു ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ, തീവ്രമായിട്ടുള്ള ഇമോഷൻസിനെ കാണിക്കാൻ വരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് എന്ത് ലിറ്റററി ഡിവൈസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? റിപ്പീറ്റേഷൻ ആണ്. അതായത് ഒരു വരി തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ റിപ്പീറ്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇൻറ്റൻസ് ഇമോഷൻസ് ഓഫ് ഡിസയർ ആൻഡ് ലോങ്ങിങ് ആണ്. കാണാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വരി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 48ാമത്തെ ചോദ്യം, who was appointed as the Chancellor of Newcastle University from 2020? 2020 ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയായിരുന്നു? ഇംതിയാസ് ദർക്കറിനെ ആയിരുന്നു അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇംതിയാസ് ദർക്കർ സെഞ്ചുറി ലേറ്ററിന്റെ പോയിന്റ് ആണ് കേട്ടോ. അടുത്തത്, ഹു വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ചിലിയൻ ഓതർ പാബ്ലോ നെറൂദ? പാബ്ലോ നെറൂദയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ആരാണ്? ഗബ്രിയേല മിസ്ട്രൽ. ഗബ്രിയേല മിസ്ട്രൽ ഏത് പോയിട്ടാണ്, ഏത് കവിതയുടെ പോയിട്ടാണ്? ഗബ്രിയേല മിസ്ട്രൽ ടു സീ ഹിം എഗെയിൻ്റെ പോയിട്ടാണ് കേട്ടോ. 50ാമത്തെ ചോദ്യം, വിച്ച് പോയം ഡിസ്ക്രൈബ്സ് ദ സ്പീക്കർ സീക്രറ്റ്ലി ഒബ്സർവിങ് എ മാൻ സിംഗിങ് ബ്യൂട്ടിഫുള്ളി ഇൻ ദ ഷവർ വൺ മോർണിംഗ്? ഒരു ദിവസം രാവിലെ ഒരാൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭം വ്യക്തമാക്കുന്ന കവിത ഇതിലേതാണ്? ഓക്കെ, അപ്പോൾ ഒരു കുളിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ് ആക്ച്വലി നോക്കുന്നത്. അപ്പം അത് ഏത് കവിതയിലാണ് പറയുന്നത്? ത്രഷോൾഡ്. അപ്പം ത്രഷോൾഡ് എന്ന് പറയുന്ന വേർഡിന് മീനിങ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. 2 മീനിങ് ആണുള്ളത്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2 മീനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആ ഒരു മറ്റൊരു റൂമിലേക്ക് കടക്കുന്ന ആ ഒരു ഇടയിൽ ഒരു മിഡിൽ പോർഷനെ നമുക്ക് ത്രഷോൾഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ബോയ്ഹുഡ് ടു മാൻഹുഡ് അല്ലെ, ആ ഒരു ബോയ് ആയിരുന്ന ഒരു കുട്ടി മാൻ ആയിട്ട് മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനെയും ത്രഷോൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ 2 മീനിങ് അതിനുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 2, 3, 4 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്